50 വയസ്സ് കഴിഞ്ഞ 200 സ്ത്രീകൾക്ക് സൗജന്യമായി കണ്ണട നൽകൽ മാർച്ച് 24-ന് മേലെ പട്ടാമ്പി അൽഷഹമ ആശുപത്രിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാർച്ച് 8 വനിതാ ദിനത്തിലാണ് 50 കഴിഞ്ഞ സ്ത്രീകൾക്ക് സൗജന്യമായി കണ്ണട നൽകാൻ വേണ്ട നടപടികൾ ജെസിഐയും ലയൺസ് ക്ലബ്ബും അൽഷഹമ ആശുപത്രിയും സംയുക്തമായി തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെയും സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലെയും കാഴ്ചപരിമിതിയുള്ള സ്ത്രീകളെ സംഘാടകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കണ്ടെത്തുകയായിരുന്നു. മാർച്ച് 8 ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജെസിഐ പട്ടാമ്പിയും ലയൺസ് ക്ലബ്ബ് പട്ടാമ്പിയും സംയുക്തമായി അൽഷഹമ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് 200ഓളം വനിതകൾക്ക് 50 വയസ്സിന് മുകളിലുള്ള 200ഓളം വനിതകൾക്ക് വേണ്ടി സൗജന്യമായി കണ്ണട വിതരണം ചെയ്യാനുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ കണ്ണടയുടെ പ്രോസസ്സിങ് എല്ലാം അതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് ആ കണ്ണടകൾ വിതരണത്തിന് റെഡിയായിരിക്കുകയാണ്. വിതരണം 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അൽഷഹമ കണ്ണാശുപത്രിയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പട്ടാമ്പിയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ മുഹമ്മദ് മൂസിൻ അവറുകളാണ്. 24-ന് രാവിലെ 10-ന് മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ഒ ലക്ഷ്മിക്കുട്ടിയും മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് ജെസിഐ പട്ടാമ്പി പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് പി, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് കെ, അൽഷഹാമ FD അബ്ദുൾ ലത്തീഫ് കോടിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.